2025 MBBS BDS അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫേസ് കേരള വന്നിരിക്കുന്നു. നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടി നമ്മൾ ഏത് കോളേജിലേക്കായിരിക്കും നമ്മൾ പ്ലേസ്ഡ് ആയി പോവുക, എങ്ങനെയാണ് നമ്മളിനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സംശയങ്ങളുണ്ട്. അഡ്മിഷൻ എടുക്കുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, എസ്പെഷ്യലി നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ ബോണ്ട്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ടിൽ യുവർ അഡ്മിഷൻ ആൻഡ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിഇയുടെ വെബ്സൈറ്റിലേക്ക് പോകണം. സോ ഇതാണ് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന സാധനം. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിലേക്കാണ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡും ബാക്കി സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡോപ്പയിലുള്ള റിഷാദ് മുന്ന എന്ന് പറയുന്ന കുട്ടിയുടെ കാൻഡിഡേറ്റ് പോർട്ടലാണ്. ഒരു സാമ്പിളിനായിട്ട് നിങ്ങൾക്കായിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ തന്നെയായിട്ട് സൈഡിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ സൈഡിലും നമുക്ക് അലോട്ട്മെന്റ് മെമ്മോയും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് റെസ്പോൺസും നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അലോട്ട്മെന്റ് മെമ്മോ നോക്കുന്ന സമയത്ത് ലെറ്റ് സീ ദ അലോട്ട്മെന്റ് മെമ്മോ, പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ഒരു പേപ്പറാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരുന്നുണ്ടാവുക. അത് നമ്മൾ പ്രിന്റ് ചെയ്ത് നമ്മുടെ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. നമ്മളുടെ ഡീറ്റെയിൽസ്, റിഷാദിന് കേരള റാങ്ക് 6 ഉണ്ട്, അവിടെ കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് കോഴ്സ് MBBS ആണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ അലോട്ടഡ് ആയിട്ടുണ്ട്. റിഷാദിന് സെയിം ടൈമിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അലോട്ടഡ് ആയിട്ടുണ്ട്. റിഷാദ് അഡ്മിഷൻ എടുക്കുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളോട് എല്ലാവരോടും നമ്മൾ പറയുന്ന കാര്യം ഓൾ ഇന്ത്യ കോട്ട വഴി തന്നെ അഡ്മിഷൻ എടുക്കണം എന്നാണ്. സോ ഓൾ ഇന്ത്യ കോട്ട വഴി എടുക്കും. ആൻഡ് കോഴ്സ് ഫീസിൽ 23,150 23,150 റുപ്പീസ് ആണ് ഫീസ് അടയ്ക്കാനുള്ളത്. ആൻഡ് ഫീസ് ടു ബി പെയ്ഡ് അറ്റ് CEE എന്ന് പറയുന്ന സാധനം 18,150 ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ബാക്കി 5,000 രൂപ അഡ്വാൻസ് ആയിട്ട് ഓൾറെഡി പെയ്ഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീസ് 18,150 രൂപ CEയിൽ അടയ്ക്കണം. ഇതെങ്ങനെയാണ് അടയ്ക്കേണ്ടത്? ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കേണ്ടത്. CEയിലേക്ക് അടയ്ക്കാനുള്ള ഫീസാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ബാക്കി ഫീസ് വേറെ കാര്യങ്ങളോ സംഗതികളോ ഒന്നും ഇല്ല. ഇതാണ് നമ്മളുടെ ഇവിടെ നിന്ന് ഈ അലോട്ട്മെന്റ് മെമ്മോ പേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതേ ആളുടെ നമ്മളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ്, മറ്റേ ഡാറ്റ ഷീറ്റ് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഡാറ്റ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ ആക്ച്വലി വി ഹൗ ടു ബ്രിങ് ദിസ് ഡാറ്റ ഷീറ്റ് ടു അഡ്മിഷൻ പോയിന്റ്. അവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ഡീറ്റെയിൽസ് ആണ്. നമ്മളുടെ അഡ്രസ്സ്, ബാക്കി കാര്യങ്ങൾ, കോഴിക്കോട് കോണോട്ടുള്ള കുട്ടിയാണ്, ആ ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ. വേറെ ഏതെല്ലാം കോഴ്സുകളുണ്ട്, റാങ്ക് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളുണ്ട്. സോ ഈ പേജും നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ് ആണ് എന്നുള്ളതാണ്. അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട 2 ഡോക്യുമെന്റ്സ് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടും, സിഇയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഒന്ന് ഇവിടെ കാണുന്ന അലോട്ട്മെന്റ് മെമ്മോ ആണ്. ബാക്കി ഏതെല്ലാം ഡോക്യുമെന്റ്സാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഷീറ്റ്, അലോട്ട്മെന്റ്, ഇത് രണ്ടും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെന്റ് ആണെന്നുള്ളതാണ്. സോ ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള കാര്യം. ഇതിനകത്ത് ഫീസ് അടയ്ക്കുമ്പോൾ 2 തരത്തിൽ ഫീസ് അടയ്ക്കാനുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാറ്റഗറികളിൽ എൻ്റെ കയ്യിൽ വേറൊരു കുട്ടിയുടെയും കൂടി അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഡാറ്റ ഷീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ആ കുട്ടി അലോട്ടഡ് ആയിട്ടുള്ളത് NRI കോട്ട വഴിയിട്ടാണ്. വേറൊരു കോട്ട വഴി അലോട്ടഡ് ആയ കുട്ടിയാണ്. കുട്ടിയുടെ പേഴ്സണൽ വിവരങ്ങൾ ഹിഡൻ ആണ്. ബാക്കി ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കുട്ടിയുടെ റാങ്കും ബാക്കി കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഡാറ്റ ഷീറ്റ്. ഈ ഡാറ്റ ഷീറ്റ് നമ്മൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റാണ്. ഇതല്ലാതെ രണ്ടാമത്തെ കുട്ടിയുടെ അലോട്ട്മെന്റ് മെമ്മോ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ അലോട്ട്മെന്റ് മെമ്മോയില്ല പേഴ്സണൽ ഡീറ്റെയിൽസ് മാറ്റി വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ കുട്ടിക്ക് MM കാറ്റഗറിയിൽ നമ്മുടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് DM വിംസിലാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. സി ടൈപ്പ് NRI ആണ്. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ കുട്ടിയുടെ സി ടൈപ്പ് കിടക്കുന്നത് NRI കോട്ടയിലാണ് ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. സോ സി ടൈപ്പ് ഇസ് NRI. ആൻഡ് ഫീസ് ടോട്ടൽ അടയ്ക്കേണ്ടത് 21,65,720 അല്ല 21,65,720 ഫീസ് അടയ്ക്കാനുണ്ട്. ഫീസ് ടു ബി പെയ്ഡ് അറ്റ് CEE, ഇവിടെ നോക്കൂ, ഇവിടെ 0 ആണ്, നിൽ. ഇത്രയും ഫീസ്. അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഒന്നും അടയ്ക്കേണ്ട. ഫീ ടു ബി പെയ്ഡ് അറ്റ് കോളേജ് എന്ന് പറയുന്നത് മുഴുവൻ ഫീസ് ഇവിടെ അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന കാറ്റഗറി അനുസരിച്ചിട്ട് CEയിൽ അടയ്ക്കേണ്ട എമൗണ്ടെന്നും കോളേജിൽ അടയ്ക്കേണ്ട എമൗണ്ടെന്നും 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ തൊട്ട് മുന്നേ റിഷാദിന്റെ ഡീറ്റെയിൽസ് കാണിച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഫീസും CEയിലാണ് അടയ്ക്കേണ്ടത്. മുഴുവൻ ഫീസും ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസിംഗിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് അവിടെയും കുറച്ച് ഇവിടെ അടയ്ക്കേണ്ടതുണ്ടാവും. CEയിൽ അടയ്ക്കേണ്ട സീറ്റ് നമ്മൾ എങ്ങനെ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത്, നമ്മൾ ഓൺലൈൻ ആയിട്ട് അടച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഈ 2 പേപ്പറുകൾക്ക് പുറമെ നമ്മൾ കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡാറ്റ ഷീറ്റ് ആണ്,
അലോട്ട്മെന്റ് മെമ്മോന്റെ ആ ഒരു പേപ്പർ നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. മിക്കവാറും കുട്ടികൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് മതിയാവും. നമ്മുടെ കേരളത്തിൽ പഠിച്ച കുട്ടിയാണ്, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നമ്മുടെ TC ആണ് അടുത്ത ഒരു ഡോക്യുമെന്റ് വേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്, +2 കഴിഞ്ഞതിന് ശേഷമുള്ള TC. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ 12th സർട്ടിഫിക്കറ്റ് നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. നീറ്റിന്റെ സ്കോർ കാർഡ്, നമ്മുടെ സ്കോർ കാർഡ് കൊണ്ടുപോവുക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കോളേജിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. കാരണം കേരളത്തിൽ പഠിച്ച ഒരു കുട്ടിക്ക് മിക്കവാറും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം വേണ്ടി വരില്ല. ഇഫ് കോളേജിൽ റിക്വയർഡ് ആണെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. നമ്മൾ വേറെ ഏതെങ്കിലും പഠിച്ചിട്ട് വന്ന കുട്ടികൾ, ഇപ്പോൾ CBSEയിലോ സ്റ്റേറ്റിലോ പഠിച്ച കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യം യൂഷ്വലി വരാറില്ല എന്നുള്ളതാണ്. ഫീ അടച്ചതിന്റെ, ഓൺലൈനിൽ അടച്ച സാധനങ്ങൾ ത്രൂ നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫ് കേരള വഴിയിട്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണ് നമ്മൾ അങ്ങനെ ഫീസ് അടയ്ക്കേണ്ടത്? ഇവിടെ ഇങ്ങനെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ കുട്ടിയുടെ കാര്യത്തിൽ മുഴുവൻ ഫീസും കോളേജിൽ അടയ്ക്കാനാണ്, സിയിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഫീസ് പറഞ്ഞിട്ടില്ല. കുട്ടിക്ക് NRI കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് നമ്മുടെ ടോപ്പറുടെ സ്കോർ കാർഡ് കണ്ടപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് ഫീസ് ഉള്ള 23,000 മുഴുവൻ ഫീസും സിയിലേക്ക് അടയ്ക്കാനാണ്, 18,000 രൂപ ഫീസ് സിയിലേക്ക് അടയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിലുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക നമ്മൾ അടയ്ക്കണോ വേണ്ടയോ, എവിടെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഫീസ് നോക്കാൻ വേണ്ടിയിട്ട്, ഫീസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർട്ടിഫിക്കറ്റുകളുടെ ലിസ്റ്റും വളരെ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കൃത്യമായി തന്നിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇത് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ഒരു ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. അത് പ്രോസ്പെക്ടസിൽ അതിന്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്, അത് സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുക. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനൽസ് വേണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒറിജിനൽസ് കൊണ്ടുപോകണം എന്നുള്ളതാണ് കാര്യം. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ്, ഇതിന്റെ നോട്ടിഫിക്കേഷനുള്ള വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഉണ്ട്. 16-ാം തീയതി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ ഷീറ്റ് നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് ആണ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയിട്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഇന്ന് രാവിലേക്ക് കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാർ എല്ലാവരും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അടയ്ക്കേണ്ടത്? വേണ്ട, നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയിട്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള ഫീസ്. അപ്പോൾ ഫീസ് നമ്മളുടെ അവരവരുടെ ഫീസ് ഓരോ കോളേജ് അനുസരിച്ച് മാറും. അവരവരുടെ ഫീസ് അവരവരുടെ ഈ പറയുന്ന അലോട്ട്മെന്റ് മെമ്മോയിലാണ് നമ്മൾ കാണുക എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് 24-ാം തീയതി ലാസ്റ്റ് 24-ാം തീയതി 4 മണിക്ക് മുന്നേ ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടാവുക. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് 19-ാം തീയതിയാണ്, ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. 24-ാം തീയതി എന്ന് പറഞ്ഞാൽ അടുത്ത സൺഡേ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഞായറാഴ്ചയാണ് 24-ാം തീയതി. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വൈകുന്നേരത്തിലേക്ക് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ജോയിൻ ബൈ 23rd. മിക്കവാറും കോളേജുകളൊക്കെ 24-ാം തീയതി ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ തരും കേട്ടോ, തരില്ല എന്നല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഡോണ്ട് ടേക്ക് എ റിസ്ക്. 23rd ഒക്കെ ആകുമ്പോൾ തന്നെ വൈകുന്നേരത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ SC ST ഫിഷർമാൻ OEC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അവർ അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി കോട്ടയിലോ NRI കോട്ടയിലോ ആണെങ്കിൽ ഫീ റിഡക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SC ST OEC ഫിഷർമാൻ പോലെയുള്ള ആൾക്കാർ അലോട്ട്മെന്റ് എടുക്കുന്നത് അവരുടെ കമ്മ്യൂണിറ്റി കോട്ടകൾ വഴിയിട്ടാണെങ്കിലാണ് മാത്രം എന്ത് കിട്ടുള്ളൂ, നമ്മൾക്ക് ഈ പറയുന്ന ഫീ റിഡക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിലുള്ള സെൽഫ് ഫിനാൻസിങ് ഫീസുകൾ അത് ഫിക്സ് ആയിട്ടില്ല. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലാവും. അപ്പോൾ ഇപ്പോൾ അടച്ച ഫീസിനേക്കാൾ കുറച്ചും കൂടി ഫീസ് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. NRIയുടെയും മറ്റേ കീർത്താഡ്സിന്റെ ഒക്കെ SC STയുടെയും വിഭാഗത്തിലേക്ക് വെരിഫിക്കേഷൻ വേണ്ട ആൾക്കാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഫേസ് അത് നമുക്ക് ഇതുവരെ വരില്ല, അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ MCCയുടെ സൈറ്റിൽ 27-ാം തീയതി മുതൽ 27th ഓഗസ്റ്റ് മുതൽ സെക്കൻഡ് ഫേസ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നടക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് 27-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സിയുടെ ഭാഗത്തുനിന്നുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ആ സമയത്ത് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനുണ്ട്, എല്ലാവരും കൊടുക്കണം. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നമ്മൾ വിചാരിച്ച കോളേജ് കോഴിക്കോടോ കോട്ടയോ തിരുവനന്തപുരമോ കിട്ടി, ജോയിൻ ചെയ്തു, ഇനി അപ്ഗ്രഡേഷൻ വേണ്ട എന്നുള്ളവർ ഇനി കൊടുക്കണ്ട. പക്ഷെ അപ്ഗ്രഡേഷൻ വേണ്ട ആളുകൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയമാകുമ്പോൾ നമ്മൾ സൈറ്റിൽ കയറി ഓപ്ഷൻസ് ഒന്നുകൂടി കൺഫർമേഷൻ കൊടുക്കണം. ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നു എന്നുള്ള രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. മിക്കവാറും ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇനി അത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ചെയ്യാനുണ്ട്. നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻസ് കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അത് അപ്ഗ്രഡേഷൻ വേണ്ട സമയത്തേക്കാണ്. അപ്പോൾ ആ സമയത്ത് ചെല്ലുന്ന സമയത്ത് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ നിവൃത്തി ഉണ്ടാവില്ല. പക്ഷെ പഴയ ഓപ്ഷൻസ് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനോ ചിലത് ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് അവസരം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ ഒരു 27-ാം തീയതി സമയത്തേക്ക് നമ്മൾ നോക്കണം എന്നുള്ളതാണ് കാര്യം. ആൻഡ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ കിട്ടിയ സീറ്റ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ അവർ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സീറ്റിൽ ജോയിൻ ചെയ്യാത്ത ആളുകളെ ഇനി ഒരു അലോട്ട്മെന്റിലും പരിഗണിക്കുന്നുണ്ടാവില്ല.
സീറ്റ് പോകും, ഇനി ഒരു അലോട്ട്മെന്റിലും പരിഗണിക്കില്ല, 4th അലോട്ട്മെന്റിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ചില കുട്ടികൾക്ക് അബദ്ധവശാലോ അല്ലെങ്കിൽ അന്നേരത്തെ പാനിക് മൂലമോ കേരളത്തിലുള്ള എല്ലാ കോളേജും വെക്കും. മേ ബി ഡെന്റൽ അടക്കം സെൽഫ് ഫിനാൻസിങ് അടക്കമുള്ള എല്ലാ കോളേജും വെച്ച് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ എനിക്കിത് വേണ്ടായിരുന്നു, എനിക്കിത് താല്പര്യമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ അലോട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അലോട്ട്മെന്റിൽ കിട്ടിയ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റുകളിലേക്ക് പരിഗണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 24-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിയാണ് സമയം തന്നിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കിട്ടിയിരിക്കുന്ന കോളേജുകളിൽ പോയിട്ട് ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം. സെൽഫ് ഫിനാൻസിങ്ങിലും മറ്റ് സ്ഥലങ്ങളിലും ജോയിൻ ചെയ്യുന്ന കുട്ടികളോടും അവരുടെ പേരൻസിനോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫീസ് എത്രയാണോ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മുഴുവനായിട്ടും പേ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. മുഴുവൻ ഫീസും 24-ാം തീയതിയുടെ ഉള്ളിൽ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അതിനകത്ത് ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള അവസരമൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് 8 ലക്ഷമാണ് ഫീസെങ്കിൽ 8 ലക്ഷം ഫീസ് അടയ്ക്കണം, 21 ലക്ഷമാണ് ഫീസെങ്കിൽ 21 ലക്ഷം ഫീസ് അടയ്ക്കണം. സപ്പോസ് നമുക്ക് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, നമ്മൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള ഓർക്കുക. 2ാം ഘട്ട അലോട്ട്മെന്റ് 27-ാം തീയതി വരുമ്പോൾ, ഇനി 3ാം ഘട്ട അലോട്ട്മെന്റ് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 15-ാം തീയതിയാണ് 3ാം ഘട്ട അലോട്ട്മെന്റ് വരുന്നത്. ആ സമയത്ത് വരുമ്പോൾ നമുക്ക് അപ്ഗ്രഡേഷൻ കൊടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ അപ്ഗ്രഡേഷൻ കൊടുക്കണമെങ്കിലോ കോളേജ് മാറണമെങ്കിലോ ഒക്കെ ഇപ്പോൾ 24-ാം തീയതിയുടെ ഉള്ളിൽ മുഴുവൻ ഫീസും അടച്ചതിന് ശേഷം ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഇനി വളരെയധികം ആളുകൾ സംശയത്തോടു കൂടി ചോദിക്കുന്ന കാര്യമാണ് ഈ കോളേജിലുള്ള ബോണ്ടിന്റെ അവസ്ഥ. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബോണ്ട് ചെയ്യണം. ബോണ്ട് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബോണ്ടിൽ വരുന്നുണ്ടാവുക. ഒന്നാമത്തെ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളാണ്, ഡ്രോപ്പ് ഓഫ് ചെയ്യില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതി വെക്കുക. കോഴ്സ് നമ്മൾ ഇടയിൽ ഇട്ടിട്ട് പോയില്ല എന്നുള്ള കാര്യം. MBBSനും BDSനും ചെയ്യാനുണ്ട്. ചില ആൾക്കാർ ചോദിക്കും ഞാൻ BDSന് ജോയിൻ ചെയ്ത് പിന്നെ ഡ്രോപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഡ്രോപ്പ് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ ബോണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് കോളേജിൽ 10 ലക്ഷമാണോ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 5 ലക്ഷമാണോ 10 ആണോ എന്നുള്ള കാര്യം അതായത് കോളേജുകളായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൃത്യമായിട്ട് നോക്കാം. ഇത് നമ്മുടെ ബോണ്ടിലുള്ള ഒരു ക്ലോസ് ആണ്. 2ാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സർവീസ് ബോണ്ടാണ്. സർവീസ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ട് സർവീസ് ചെയ്യണം എന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർവീസ് ചെയ്യണം എന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരത്തിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എൻ്റെ തൊട്ട് ജൂനിയർ ബാച്ച് 2014 ബാച്ച് MBBS അവര് 2019 പകുതിയിലാണ് MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് കേരളത്തിൽ കോവിഡ് പടർന്നു പിടിച്ചിരിക്കുകയായിരുന്നു. കോവിഡിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ സമയം കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സർവീസ് ബോണ്ട് നടപ്പാക്കി. കുട്ടികൾക്ക് എല്ലാവർക്കും അന്ന് പഠിച്ചിറങ്ങി എൻ്റെ നേരെ ജൂനിയർ ബാച്ചിലുള്ള കുട്ടികളായിരുന്നു, എല്ലാവരെയും കോവിഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ ആശുപത്രികളിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഇയറിലേക്ക് സർവീസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അന്നേരം ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ ആ സർവീസ് ബോണ്ടിന്റെ കാര്യം പറയുന്നുണ്ടാവുക. ഈ 2 ബോണ്ടാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടി വരിക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാമ്പ് പേപ്പർ വാങ്ങി കൊണ്ടുപോകണം. സ്റ്റാമ്പ് പേപ്പർ, നമ്മൾ മുദ്ര കടലാസ് നമ്മൾ വാങ്ങി കൊണ്ടുപോവുക. സ്റ്റാമ്പ് പേപ്പർ വാങ്ങുമ്പോൾ ഫസ്റ്റ് പാർട്ടി ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ് പാർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമ്മളുടെ പേരാണ്, സ്റ്റുഡന്റ് ആണ് ഫസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ പേരന്റ് ഫസ്റ്റ് പാർട്ടി ആക്കാം. ഇതിൽ വലിയ പ്രാധാന്യം ഇല്ല കേട്ടോ. സെക്കൻഡ് പാർട്ടി വരുന്നത് നമ്മൾ ജോയിൻ ചെയ്ത കോളേജ് പ്രിൻസിപ്പൽ, ഏത് കോളേജാണോ ആ കോളേജിന്റെ പ്രിൻസിപ്പൾ ആണ് സെക്കൻഡ് പാർട്ടി ആയിട്ട് വരുന്നുണ്ടാവുക. ഇത് വാങ്ങിയിട്ട് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി നമ്മൾ കോളേജിൽ പോയാൽ മതി. മാറ്റർ അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് തരും, മാറ്റർ കോളേജിൽ നിന്ന് പ്രിന്റ് ചെയ്ത് തരുന്നുണ്ടാവും. അല്ലാതെ നമ്മൾ പൂരിപ്പിച്ചാൽ മാത്രം മതിയാവും എന്നുള്ളതാണ് കാര്യം. ഇനി അഥവാ നമ്മൾ ഇനി അപ്ഗ്രഡേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ചില കോളേജുകൾ, അത് ഓരോ കോളേജുകൾക്കും വ്യത്യാസമാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് പെർമനന്റ്ലി ജോയിൻ ചെയ്യുന്ന സമയത്താണ് അവർ ബോണ്ട് ഫിനിഷ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കോളേജുകാർക്കും വർക്ക് ഉണ്ട് ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് അപ്ഗ്രഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ബോണ്ട് പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ നമുക്ക് തരാറുണ്ടായിരുന്നു. പക്ഷെ കോളേജുകാർ പറയുകയാണ് ഇപ്പം തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോളേജിൽ ബോണ്ട് വെക്കുക, അവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ആ ബോണ്ട് ക്യാൻസലായി പുതിയ കോളേജിൽ പോകുമ്പോൾ പുതിയ ബോണ്ട് നമ്മൾ പുതിയ കോളേജായിട്ട് വെക്കേണ്ടി വരും. സോ അത്തരത്തിലാണ് നമ്മുടെ ബോണ്ടിങ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ ബോണ്ട് ഒന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യില്ല, നമ്മൾ കഷ്ടപ്പെട്ട് MBBSും BDSും വാങ്ങിയെടുത്ത് ഡ്രോപ്പ് ഓഫ് ചെയ്യാനല്ലല്ലോ, നമ്മളത് പഠിച്ചു പോകാനല്ലേ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. സർവീസ് അടുത്ത കാലത്തൊന്നും സർവീസ് കേരളത്തിൽ നടപ്പിലായിട്ടില്ല, എക്സെപ്റ്റ് ഫോർ ദിസ് കോവിഡ് ബാച്ച് വന്ന സമയത്ത് അന്നേരം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഇതാണ് ബോണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും മറ്റൊരു ഡൗട്ടാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, വേറെ മാരകമായ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജനറൽ ആയിട്ട് നമ്മുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഗസറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഡോക്ടറെ അടുത്തു നിന്നോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊരു അസുഖമുണ്ട്, കുട്ടികൾ പഠിച്ചിട്ടുള്ള അസുഖമാണ്, ബ്ലഡിലൂടെ പകരുന്ന അസുഖമാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബ്ലഡിലൂടെ പകരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരു അസുഖമാണ് എന്നുള്ളതാണ് കാര്യം. വൺസ് ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ടു നടക്കേണ്ടി വരും. ഇത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്.
അതുപോലെ തന്നെ അവരുടെ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികളിലേക്ക് ഇത് പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് മാരകമായിട്ടുള്ള ഒരു അസുഖമാണ്, പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയാത്ത ഒരു അസുഖമാണ്. അത് ആരോഗ്യ പ്രവർത്തകർക്ക് എസ്പെഷ്യലി ബ്ലഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എടുക്കേണ്ടി വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിന്റെ വാക്സിനേഷന്റെ ഫസ്റ്റ് ഡോസ് മൊത്തം 3 ഡോസാണുള്ളത്. ഇന്നൊരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 30ാമത്തെ ദിവസം ഒന്ന് എടുക്കാം, പിന്നെ 6 മാസം കഴിയുമ്പോൾ ഒന്ന് എടുക്കുക എന്നുള്ള 3 ഡോസുകളാണ് എടുക്കേണ്ടത്. ആദ്യത്തെ ഡോസ് എടുത്തതിന് ശേഷമെങ്കിലും നിങ്ങൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് കോളേജിൽ കൊടുക്കുക. ഇറ്റ് ഈസ് നോട്ട് ഒരു മാൻഡേറ്ററി കാര്യം ഫോർ കോളേജിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമ്മൾ അവിടെ കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിൽ പ്രിൻസിപ്പൾ ചോദിക്കും അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡേഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അത് പറയാം. അപ്പോൾ അവരെ ടെമ്പററി ലിസ്റ്റിലേക്ക് നമ്മൾ അവിടെ ആഡ് ചെയ്ത് അവർ വെക്കും. എന്നിട്ട് നമ്മൾ അടുത്ത റൗണ്ട് വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കി ക്രമപ്പെടുത്തി വീണ്ടും എന്ത് ചെയ്യണം, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് അലോട്ട്മെന്റിലേക്ക് വിളിക്കുന്നുണ്ടാവും. സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഇതുവരെ വന്നതിപ്പം പലവട്ടം നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും നീട്ടി വെക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റ് 27ാം തീയതി സെക്കൻഡ് റൗണ്ടിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് വിചാരിക്കുന്നുണ്ടാവുക. മറ്റ് ഡൗട്ടുകളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജനറലായിട്ട് വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ടോളൂ. നമ്മുടെ അലോട്ട്മെന്റിന്റെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ അവിടെ കമന്റ് ചെയ്ത് വെക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോപ്പയിലുള്ള റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ അഡ്മിഷൻസ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ള ഒരേ ഒരു ബാച്ച് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചാണ്. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് പഠനത്തിന്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം തീർച്ചയായിട്ടും ക്ലാസ് കേൾക്കുക ആൻഡ് നോട്ട് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്, കുറേ അധികം പ്രാക്ടീസ്, MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗം വരുന്നത് കുട്ടികളുടെ എക്സാം നടക്കുക, നിരന്തരമായിട്ട് എക്സാം അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഭാഗം നോക്കി കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്, എക്സാമിന്റെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അനാലിസിസ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ചില ഭാഗങ്ങൾ അറിയില്ല, കൺഫ്യൂഷനാണ്, ചില ഭാഗങ്ങൾ തീരെ അറിയില്ല എന്നൊക്കെ മനസ്സിലാവും. അത് വെച്ചിട്ട് രണ്ടാമത്തെ റൗണ്ട് വീണ്ടും പഠിക്കുക എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഈ 4 സ്റ്റെപ്പുകൾ ഇതാണ് നമ്മൾ ഏറ്റവും പ്രൈമറി ലെവലിൽ നീറ്റ് പ്രിപ്പറേഷൻ മുന്നോട്ട് കടന്നു പോകുന്നുണ്ടാവുക. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ക്ലാസ് കണ്ട് നോട്ട് എഴുതിയ കുട്ടികളാണെങ്കിൽ അവർക്ക് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും എക്സാം എഴുതാനും എക്സാം അനലൈസ് ചെയ്ത് പഠിച്ചു പോകാനുള്ള ഒരു അവസരമായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ബാച്ചുകൾ സെപ്റ്റംബർ 1 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ നല്ല കോഴിക്കോടിലെ ഓഫ്ലൈൻ ആയിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി അടക്കം അവൈലബിൾ ആയിട്ടായിരിക്കും T&D ബാച്ച് വരുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെ നമ്മൾ കൃത്യമായിട്ട് നിന്ന് പഠിപ്പിക്കുന്നുണ്ടാവും, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓൾറെഡി ക്ലാസ് കണ്ട് നോട്ട് എഴുതിയ, നോട്ട് കയ്യിലുള്ള കുട്ടികളാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ T&D ബാച്ച് ആണ്. 2-3 തവണ ഫുള്ളായിട്ട് എന്താ പറയുക റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ T&D ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഇനി ആരെങ്കിലും കുട്ടികൾ ഇനി ക്ലാസ് കാണണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ഓൾറെഡി സ്റ്റാർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ബാച്ച് ഉണ്ട്. സ്റ്റാർട്ടഡ് ആയിട്ടുള്ള റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. ലാസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് 2 വീക്സ് ആയി. അപ്പോൾ ഈ 2 വീക്സ് മുന്നേ തുടങ്ങിയ ലേറ്റസ്റ്റ് തുടങ്ങിയ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡോപ്പയിൽ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ദിസ് ഈസ് സംതിങ് വി നീഡ് ടു റിഫൈൻ അവർ സെൽഫ്. നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കേണ്ട, നമ്മുടെ ജീവിത രീതിയെ തന്നെ മാറ്റിയെടുക്കേണ്ട തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, കൃത്യമായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാനും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും 1ാം റാങ്ക് മേടിക്കാനുള്ള സപ്പോർട്ട് അടക്കം തന്നിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. സപ്പോസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കോൺടാക്ട് us ആൻഡ് ജോയിൻ T&D ബാച്ച്. ഇഫ് യു ഹാവ് നോട്ടും ക്ലാസ് കണ്ടതും നോട്ടൊക്കെ ആണെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഇനി കുറച്ച് ക്ലാസ്സുകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഡോപ്പ ആപ്പ് ഉപയോഗിച്ച് ഡോപ്പ ആപ്പിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു പഠിക്കാനും T&D ബാച്ചിൽ പറ്റുന്നുണ്ടാവും. ഇനി കുറേ അധികം ക്ലാസ്സുകൾ, ഒരു 10-30 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതോ 10-30 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് തുടങ്ങിയ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. താങ്ക് യു സോ മച്ച്. മറ്റ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക എന്നുള്ളതാണ്. വിൽ സീ യു ദേർ. ബൈ. താങ്ക് യു.